സ്റ്റോറി കേൾക്കാം. സ്റ്റോറിയുടെ പേരാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം. രോഹൻ ഒരു ടഫ് സീസണിലൂടെ കടന്നു പോവുകയായിരുന്നു. ടഫ് സീസൺ എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്ട്രെസ്സും വീട്ടിലെ പ്രശ്നങ്ങളും ഒറ്റപ്പെട്ട ജീവിതവും ഇതെല്ലാം കൂടി അവൻ്റെ ഹൃദയം ശൂന്യമായതുപോലായിരുന്നു. അവൻ എന്നും രാവിലെ പ്രാർത്ഥിക്കും, പക്ഷെ ദൈവം മൗനമായിരിക്കുന്നത് പോലെ അവന് തോന്നി. ഒരു ദിവസം അവൻ്റെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബ് കഴിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ ബൈക്ക് നിന്നുപോയി. അവന് വളരെ വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്നു. അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ല. എന്നിട്ട് അവൻ റോഡ് സൈഡിൽ പോയിരുന്നു. ആ സമയത്ത് ഒരു അങ്കിൾ ആ വഴിയിൽ കൂടെ നടന്നു പോവുകയായിരുന്നു. ആ അങ്കിൾ അവനോട് ചോദിച്ചു, എന്ത് പറ്റി മോനെ, വണ്ടി നിന്ന് പോയതാണെന്ന് ചോദിച്ചു. അപ്പോൾ രോഹൻ പറഞ്ഞു, അതെ അങ്കിൾ, വണ്ടി നിന്ന് പോയതാ, എന്ത് പറ്റിയതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ അങ്കിൾ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് ആ അങ്കിൾ ഒരു വയറ് ടൈറ്റ് ആക്കിയപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ രോഹന് വളരെ സന്തോഷമായിരുന്നു, നന്ദിയൊക്കെ പറഞ്ഞു. അപ്പം ആ അങ്കിൾ അവനോട് പറഞ്ഞു, മോനെ, ദൈവം നിന്നെ എപ്പോഴും കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ ദൈവം മനുഷ്യരിലൂടെയും സഹായിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ അങ്കിൾ അങ്ങ് പോയി. അപ്പം രോഹൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ അങ്കിൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ചോദിച്ചു. അവൻ്റെ മനസ്സിലേക്ക് കുറേ ഇൻസിഡൻസസ് കടന്നു വന്നു. അതായത് വിഷമിച്ചിരുന്ന സമയത്ത് ഒരു സുഹൃത്ത് വിളിക്കുന്നതും, പിന്നെ പണത്തിന് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ജോബ് കിട്ടുന്നതും, പിന്നെ ഒറ്റപ്പെട്ട ജീവിതമാണല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബസ്സിൽ ഒരു കുഞ്ഞു കൊച്ചു നോക്കി ചിരിക്കുന്നതും, പിന്നെ മനസ്സിൽ സംശയം കടന്നു വന്നപ്പോഴത്തേക്കിനും റാൻഡമായിട്ടൊരു ബൈബിൾ വേഴ്സ് അവൻ്റെ കണ്ണിൽപ്പെടുന്നതും, ഇതെല്ലാം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പം അവൻ മനസ്സിലാക്കി, അതായത് ഇതൊക്കെ കോയിൻസിഡൻസസ് അല്ലായിരുന്നു, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു റിമൈൻഡർ ആയിരുന്നു. അതായത് ആവർത്തനം 31:6 പറയുന്നത് പോലെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആ ദിവസം അവൻ ആ സത്യം മനസ്സിലാക്കി. അതായത് ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും ഒരു ശബ്ദമായി വരണമെന്നില്ല, അത് ചില സമയങ്ങളിൽ മനുഷ്യരുടെ സഹായമായി, അല്ലെങ്കിൽ സ്നേഹമായി, അല്ലെങ്കിൽ ചെറിയ അനുഗ്രഹങ്ങളായി, സാധാരണമായി തോന്നുന്ന നിമിഷങ്ങളിൽ തന്നെ. ആ രാത്രിയിൽ അവൻ പ്രാർത്ഥിച്ചു. അവൻ്റെ ഹൃദയത്തിൽ സമാധാനം തോന്നി. അപ്പം രോഹൻ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മളും മനസ്സിലാക്കണം. അതായത് ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്, ഒരിക്കലും മാറാത്ത സ്നേഹം.